ഹലോ, അപ്പോൾ എല്ലാവരും എന്തെടുക്കുക? അപ്പോൾ നമുക്കിന്ന് ഉച്ചയൂണൊന്ന് റെഡിയാക്കി എടുത്താലോ? അപ്പോൾ പോർക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ പോർക്ക് വെന്ത് വരുന്ന നെയ്യുണ്ടല്ലോ, ഈ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഈ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള നെയ്യ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാളയും ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഉണ്ട്. അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പോർക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. പോർക്ക് കറി ഇവിടെ നിന്ന് റെഡി ആകുമ്പോഴത്തേക്കും അപ്പുറത്തടുപ്പിൽ നമുക്ക് ചീര താളിച്ചിടാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും പൊട്ടിച്ച് കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്ത് ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പോർക്ക് കറി ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. അവസാനം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ കറി റെഡിയാണ്. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ചീര ഇവിടെ ഇളക്കാൻ പാകത്തിനൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അത് ഇളക്കി കൂട്ടി വെച്ചിട്ട് സൈഡിൽ തന്നെ നമ്മുടെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ആ പാത്രങ്ങളും കൂടെ അങ്ങോട്ട് കഴുകിയെടുത്തു കേട്ടോ. കുക്കിങ്ങിനോടൊപ്പം തന്നെ ഈ കഴുകലും തുടക്കലൊക്കെ കഴിയുന്ന ദിവസമേ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ സൈഡിൽ തന്നെ അതും കൂടെ ചെയ്യുന്നത്. ചിലപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുക്കിംഗ് മാത്രം ചെയ്തിട്ട് ആ പാത്രങ്ങളൊക്കെ കൂട്ടിയിടാറുണ്ട് കേട്ടോ. തേങ്ങാപ്പീരിയും കൂടെ ഇട്ട് ഇളക്കി കൊടുത്ത് ചീരയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീൻ പൊരിക്കാനുണ്ടായിരുന്നത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമാങ്ങ കൊണ്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഒരു അച്ചാറും കൂടി ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.